ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് സുനിത വില്യംസ്. ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി സുനിത 1965 സെപ്റ്റംബർ 19 ഓഹിയോവിലെ യുക്ലൈഡിലാണ് ജനിച്ചത്. അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ, സ്ലോവേനിയൻ വംശപാരമ്പര്യം പിന്തുടർന്നു. മൈക്കേൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗള ആയിരുന്നു. സ്ലോവേനിയൻ വംശജ എന്ന നിലയിൽ ഇവർക്ക് 2ാം സ്ഥാനമാണുള്ളത്. എന്നാൽ മറ്റു പല കാര്യങ്ങൾക്കും ഇവർ 1ാം സ്ഥാനമാണ്. മസാച്യൂസെറ്റിലെ ദീനം ഹൈസ്കൂളിൽ നിന്ന് 1983 പഠിച്ചിറങ്ങിയ സുനിത 1987 ഫിസിക്കൽ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം എടുത്തു. 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടി. 1987 സുനിത വില്യംസ് യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 6 മാസത്തെ നേവൽ സിസ്റ്റം കമാൻഡ് പദവിക്ക് ശേഷം ബേസിക് ഡൈവിംഗ് ഓഫീസറായി. 1989 നേവൽ അവിയേറ്ററായി. തുടർന്ന് പരിശീലനത്തിനായി ഹെലികോപ്റ്റർ കോമ്പാക്ട് സപ്പോർട്ട് സ്ക്വാഡ് 3 റിപ്പോർട്ട് ചെയ്തു. പരിശീലനത്തിന് ശേഷം ഹെലികോപ്റ്റർ കോമ്പാക്ട് സപ്പോർട്ട് സ്ക്വാഡിൽ 8 ചേരുകയും ഓപ്പറേഷൻ ഡിസേർട്ട് ഷീൽഡിൽ പ്രൊവൈഡ് കംഫർട്ട് എന്നിവയിൽ പങ്കാളിയാകുകയും ചെയ്തു. 1992 H-46 ഓഫീസർ ഇൻചാർജ് പദവി സ്വീകരിക്കുകയും ഫ്ലോറിഡയിലെ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. 1993 ജനുവരിയിൽ US ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. 1993 ഡിസംബറിൽ കോഴ്സ് പൂർത്തിയാക്കി. റോട്ടറി വിംഗ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ഡയറക്ടറേറ്റിൽ പ്രൊജക്ട് ഓഫീസർ ആവുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ SH-60BF, UH-1, AH-1W, SH-2, SH-3, H-66, CH-53, H-57 എന്നിവയുടെ സ്ക്വാഡ് സേഫ്റ്റി ഓഫീസർ ചുമതലയും വഹിച്ചു. 1995 ഡിസംബറിൽ നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ അവർ തിരിച്ചെത്തി. പക്ഷേ ഇത്തവണ വിദ്യാർത്ഥിയായിട്ടായിരുന്നില്ല. റോട്ടറി വിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്ട്രക്ടർ, സ്കൂൾ സേഫ്റ്റി ഓഫീസർ എന്നീ നിലകളിലായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയിലെ UH-60, OH-6, OH-58, OH-58 എന്നീ ഹെലികോപ്റ്ററുകൾ പറത്തി. യുണൈറ്റഡ് സ്റ്റേറ്റ് നേവിയിലെ യുദ്ധക്കപ്പലായ USS സൈപ്പനിലെ എയർക്രാഫ്റ്റ് ഹാൻഡറും അസിസ്റ്റന്റ് എയർബോസുമായി. ഈ കാലത്താണ് അവർ ബഹിരാകാശ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1998 ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു. അമേരിക്കയിലെ റഷ്യയുമായി നിരവധി പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി. 2002 നീമോ 2 ദൗത്യത്തിൽ അംഗമായി. സമുദ്ര അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു നീമോ 2. 2008 നാസയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആസ്ട്രോനോട്ടിക്സ് ഓഫീസിലേക്ക് സുനിതയുടെ പ്രവർത്തന മണ്ഡലം മാറി. 2006 ഡിസംബർ 9 ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തന്റെ ആദ്യ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു. STS-116 എന്ന പേര് നൽകിയിരുന്ന ഈ സംഘം 14ാമത് പര്യവേഷണ സംഘത്തിൽ ചേർന്നു. പിന്നീട് ഈ സംഘത്തിലെ റഷ്യൻ അംഗമായി മാറി. പുതിയവർ വന്നതോടെ 15ാം പര്യവേഷണ സംഘമായപ്പോൾ സുനിത അതിലും അംഗമായി. 2007 ജനുവരി 31 അവർ ആദ്യമായി ബഹിരാകാശത്ത് നടന്നു. പിന്നീട് ഫെബ്രുവരി 7-9 ദിവസങ്ങളിൽ 2 നടത്തങ്ങൾ കൂടി. 9 ദിവസങ്ങൾ 3 പ്രാവശ്യമായി ഇവർ 6 മണിക്കൂറും 40 മിനിറ്റും ബഹിരാകാശത്ത് നടന്നു. 4ാമത്തെ ബഹിരാകാശ നടത്തം കൂടി കഴിഞ്ഞതോടെ ഇവർ 29 മണിക്കൂറും 17 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് പുതിയ റെക്കോർഡിനുടമയായി. 2007 ഡിസംബർ 18 പെഗ്ഗി വിസ്റ്റൺ 32 മണിക്കൂറും 32 മിനിറ്റും പൂർത്തിയാക്കുന്നത് വരെ ഇത് നിലനിന്നു. 2007-16 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ് മില്ലിൽ ഓടിക്കൊണ്ട് അവർ 2007 ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. 4 മണിക്കൂറും 24 മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർത്തത്. ആദ്യമായി ബഹിരാകാശത്തു കൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ വ്യക്തിയായി സുനിത. 2008 ബോസ്റ്റണിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇവർ ശരിക്കും പങ്കെടുത്തു. STS-117 ദൗത്യത്തിൽ പങ്കാളിയായ സുനിത വില്യംസ് ഈ ദൗത്യത്തിനോടൊപ്പം 2007 ജൂൺ 22 ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത്. അങ്ങനെ 195 ദിവസം ബഹിരാകാശത്ത് താമസിച്ചുകൊണ്ട് ഇവർ പുതിയ റെക്കോർഡ് കൂടി സൃഷ്ടിച്ചു. 215 ദിവസം ബഹിരാകാശത്ത് കഴിച്ചുകൂട്ടിയ മിഷേൽ ലോബ് അലേഗ്രിയ മാത്രമാണ് ഇപ്പോൾ സുനിത വില്യംസിനേക്കാൾ മുന്നിലുള്ളത്. വനിതകളിൽ ഇവർ തന്നെയാണ് 1ാമത്. 32ാമത് പര്യഗവേഷണത്തിന്റെ ഭാഗമായി സുനിത വില്യംസ് 2012 ജൂലൈ 14 റഷ്യൻ ബഹിരാകാശ പേടകമായ സ്വൈസ്
TMA-05M എന്ന ബഹിരാകാശ പേടകത്തിൽ യാത്ര തിരിച്ചു. 33ാമത് പര്യഗവേഷണത്തിന്റെ കമാൻഡർ പദവിയും അവർക്കായിരുന്നു. 2007 സുനിത വില്യംസ് ഇന്ത്യയിലെ ബസർമതി ആശ്രമവും ഗുജറാത്തിലെ അവരുടെ പിതാവിന്റെ ജന്മഗ്രഹമായ സുലാൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. ഈ സന്ദർശന വേളയിൽ വേൾഡ് ഗുജറാത്തി സൊസൈറ്റി അവർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡ് നൽകുകയുണ്ടായി. 2007 ഒക്ടോബറിന് അമേരിക്കൻ എംബസിയിൽ സ്കൂളിൽ പ്രഭാഷണം നടത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തുടങ്ങിയ വിവരങ്ങൾ എല്ലാം എടുത്തിരിക്കുന്നത് വിക്കിപീഡിയയിലാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.